നമസ്കാരം. നമ്മളാകുന്ന ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയോ? പരാജയപ്പെടുമോ എന്നുള്ള ഭീതിയാണ്, അല്ലേ? ഞാനൊരു ചെറിയ അനുഭവം പറയാം. ഞാൻ ജസ്റ്റ് രാവിലെ എടുത്തിട്ട് നോർമൻ വിൻസെന്റ് പാലയുടെ ദ പോസിറ്റീവ് ലിവിങ് ബൈ ഡേ എന്ന പുസ്തകം ഇടയ്ക്കിടയ്ക്ക് ഞാനത് വായിക്കാറുണ്ട്. ആ പുസ്തകം നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇന്നലത്തെ ഒരു സംഭവവും ഇതുമായിട്ട് കണക്ട് ചെയ്തു. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, മോർ ബ്യൂട്ടിഫുൾ ദാൻ എ ഫുൾ മൂൺ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട് അതിനകത്ത്. അത് എൻ്റെ ജീവിതത്തിൽ ഇന്നലെ സംഭവിച്ച ഒരു കാര്യമാണ്. ഇന്നലെ ഫുൾ മൂണായിരുന്നു. അപ്പോൾ നല്ല നിലാവുള്ള ദിവസം, അല്ലേ? ഞങ്ങളതിൻ്റെ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടി രാത്രി തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഓഫീസിൽ നിന്ന് പതിവിൽ ഒരു 5 മിനിറ്റ് വൈകിട്ടാണ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങി പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല വിശാലമായ അടിപൊളിയായിട്ടുള്ള മൂൺ കാണാം. നല്ല ബ്രൈറ്റുള്ള മൂൺ. ഇപ്പോൾ കുറച്ച് കാലങ്ങളായി ഞാൻ കാണാതെ, കഴിഞ്ഞ മാസം പോലും കണ്ടിട്ടില്ല. പക്ഷേ ആ മൂൺ കണ്ടുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇന്നലെ സംഭവിച്ച മറ്റൊരു കാര്യത്തെ പറ്റിയിട്ടാണ്. ഇന്നലെ രാവിലെ ഒരാളെൻ്റെ ഓഫീസ് വന്നിട്ട് എന്നോട്, സാർ എനിക്കൊരു 5 മിനിറ്റ്സ് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞോളൂ. ഞാൻ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അവനോട് സംസാരിച്ചത്. അപ്പോൾ അവൻ്റെ വിഷയങ്ങൾ പറഞ്ഞു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവരെന്തോ തീരുമാനത്തിലാണ് ഈ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അതിന് പറ്റിയ കാര്യങ്ങൾ ഇങ്ങനെ ജസ്റ്റ് എൻ്റെ വർക്കിൻ്റെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ ഒരു കാര്യം എന്നോട് പറഞ്ഞു, സാറ് ഇത്രയൊക്കെ തിരക്കുള്ള സമയത്തും എനിക്ക് 5 മിനിറ്റ് തരാമെന്ന് പറഞ്ഞതിന് ശേഷം സാർ 35 മിനിറ്റാണ് എന്നോട് സംസാരിക്കുന്നത്. പക്ഷേ സാറിൻ്റെ വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്, വളരെ ക്വയറ്റായിട്ട് സാർ സംസാരിക്കുന്നു. എന്താണ് സാർ, എങ്ങനെയാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പക്ഷേ അതിന് ഉത്തരമല്ല ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചവനോട് ഒരു കാര്യം ചെയ്യും, ഞാൻ എനിക്കൊരു കോൺഫിഡൻസ് തരാം, ഒരു ബൂസ്റ്റ് തരാം, ഇന്ന് വർക്ക് ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അവൻ ഓക്കെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് എനിക്കൊരു 5,000 ദിർഹംസിൻ്റെ ബിസിനസ് കിട്ടുമെന്ന് കരുതിക്കോ, വെറുതെ ഒന്ന് പൊക്കോ, ഒന്നും ചെയ്യേണ്ട, നിനക്ക് കിട്ടുമെന്ന് നീ കരുതിക്കോ, എന്നിട്ട് നീ പൊക്കോ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഓക്കെ ശരി, കുഴപ്പമില്ല, നോക്കാമെന്നത്. 3 o'clock ആകുമ്പോൾ ആ മനുഷ്യൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്ക് 9,000 ദിർഹംസിൻ്റെ ബിസിനസ് കിട്ടിയെന്ന്. ഒന്നും ചെയ്തില്ല, ഞാൻ പോയടുത്ത് എനിക്ക് അവരിങ്ങോട്ട് വിളിച്ചു തന്ന ബിസിനസ്സാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്ന വിധത്തില്ല, എപ്പോഴാണോ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഫുൾ മൂണിനേക്കാളും ബ്രൈറ്റായിട്ടുള്ള ഒരു മൂണുകൾ നമ്മുടെ ചുറ്റുവട്ടം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ആർക്കാണോ നമ്മളൊരു കോൺഫിഡൻസ് കൊടുക്കുന്നത്, ആർക്കാണോ നമുക്കൊരു കൺഫേമിറ്റി കൊടുക്കുന്നത്, അവർ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും, യാതൊരു തർക്കവുമില്ല. അത്തരം പരിപാടികൾ ചെയ്യുകയാണ് ഏറ്റവും ഉചിതമായ മോട്ടിവേഷൻ എന്നറിയുക. അവർ എന്തു ചെയ്യുന്നു എന്നതല്ല, അതൊരു കൺഫേമിറ്റി കൊടുക്കുക. നമ്മുടെ ബ്രെയിൻ സിസ്റ്റം അങ്ങനെയാണ്. ഒരു കൺഫേമിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ബ്രെയിൻ അവിടെ സ്റ്റക്കാപ്പും. എല്ലാ ബിസിനസ്സുകാരോടും പറയാനുള്ളൊരു കാര്യമാണ്, മേക്ക് യുവർ ഓൺ കൺഫേമിറ്റി അബൌട്ട് യുവർ ബിസിനസ്. ഞാൻ വിജയിക്കും, തോൽക്കില്ല എന്നല്ല, ഞാൻ വിജയിക്കും എന്ന് മാത്രം പ്രാർത്ഥിച്ചു തുടങ്ങുക. യു വിൽ ബി ദ സക്സസ്. താങ്ക് യു വെരി മച്ച്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.